മൂന്നിൽ ഒരു ഭാഗം അവശേഷിക്കും, മൂന്നിൽ രണ്ട് ഭാഗം നശിപ്പിക്കപ്പെടും. ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയം ഇതാണ്. യുഗാന്ത്യവും യേശുവായുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകുന്ന സന്ദേശങ്ങൾ അപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകസത്യദൈവമായ യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴാൻ യേശുവ മടങ്ങി വരും എന്നത് ബൈബിൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ബൈബിൾ നടത്തിയ പ്രഖ്യാപനമെന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിൻ്റെ പ്രഖ്യാപനം അഥവാ ദൈവത്തിൻ്റെ പ്രഖ്യാപനം എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തതയോടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശെക്കര്യാഹിൻ്റെ ഈ പ്രവചനം ശ്രദ്ധിക്കുക. യാഹ്വേ അരുളി ചെയ്യുന്നു, ദേശവാസികൾ മൂന്നിൽ രണ്ട് ഭാഗം നശിപ്പിക്കപ്പെടും, മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കും. ഈ മൂന്നിലൊരു ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്ന പോലെ മാറ്റു പരിശോധിക്കും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, യാഹ്വേ എൻ്റെ ദൈവം എന്ന് അവരും പറയും. ശെക്കര്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 13-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഈ പ്രവചനത്തിലൂടെ ദൈവം നമ്മോട് എന്താണ് പറയുന്നതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയാണിവിടെ. തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശുവ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നവരിൽ മൂന്നിൽ രണ്ട് ഭാഗത്തെ നശിപ്പിക്കുകയും മൂന്നിലൊരു ഭാഗത്തെ ശേഷിപ്പിക്കുകയും ചെയ്യും എന്നാണ് പ്രവചനത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഭൂമിയിൽ അവശേഷിക്കുന്ന ജനത്തിൽ മൂന്നിലൊരു ഭാഗത്തെ യേശുവ രക്ഷിക്കുമെന്ന് ശെക്കര്യാഹ് പ്രവചിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മൂന്നിലൊരു ഭാഗം സ്വാഭാവികമായും യേശുവായെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരായിരിക്കണം. എന്തെന്നാൽ യേശുവ വീണ്ടും വരുന്നത് തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പൗലോസ് അപ്പസ്തോലൻ വളരെ വ്യക്തതയോടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനം നോക്കുക. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. യേശുവ വീണ്ടും വരികയും ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്ത് പ്രവേശനം സാധ്യമാകുന്നത് അവിടുത്തെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ്. യേശുവായുടെ മഹത്വപൂർണമായ പുനരാഗമന ദിനത്തിൽ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗവും യേശുവായുടെ പുനരാഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരും അവിടുത്തെ നാമം അറിയുന്നവരും ആയിരിക്കും. എന്തെന്നാൽ അവരെല്ലാം അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് ശെക്കര്യാഹ് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനമാണ് നാം ആദ്യം വായിച്ചത്. 91-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 91-14 വാക്യം. ദൈവിക സംരക്ഷണത്തിൻ്റെ പിന്നിലെ രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദൈവം ഒരുവനെ സംരക്ഷിക്കുന്നത് അവൻ അവിടുത്തെ നാമം അറിയുന്നതുകൊണ്ടാണ്. യേശുവായുടെ പുനരാഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അവിടുത്തെ രാജ്യത്ത് പ്രവേശിക്കാൻ യോഗ്യത നേടുകയും ചെയ്യുന്നവരെല്ലാം യേശുവായുടെ നാമം അറിയുന്നവരും ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുമാണെന്ന് ശെക്കര്യാഹിൻ്റെ പ്രവചനത്തിലെ 13-ാം അധ്യായത്തിൽ നാം കണ്ടതാണ്. നിത്യജീവനെ സംബന്ധിച്ച് യേശുവ പറയുന്നത് കൂടി ശ്രദ്ധിക്കുക. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുവ മശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം
17 അധ്യായം 3 വാക്യം. ദൈവത്തെയും ദൈവം അയക്കുന്ന രക്ഷയെയും വ്യക്തമായി അറിയുക എന്നതാണ് നിത്യജീവനെന്ന് യേശുവ പ്രഖ്യാപിക്കുന്നു. അതായത് ദൈവത്തെയും അവിടുത്തെ നാമത്തെയും അറിയുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നതും അതുവഴി നിത്യജീവൻ അവകാശമാക്കുന്നതും. മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുവയാണ് ദൈവത്തിൻ്റെ നാമം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മെ അറിയിച്ചത്. അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 26 വാക്യം. ദൈവജനത്തെ സംരക്ഷിക്കുന്നത് യേശുവയുടെ നാമം ആണ് എന്ന് യേശുവ തന്നെ നമ്മോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുക. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം 11 വാക്യം. 2 കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമം. പ്രവാചകനായ മോശയിലൂടെ ഇസ്രായേലിന് വെളിപ്പെടുത്തപ്പെട്ട യാഹ്വേ എന്ന നാമം തന്നെയാണ് യേശുവ ധരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ നാമത്തിലാണ് സംരക്ഷണമുള്ളത് എന്നുകൂടി ഈ വചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്നാണ് മനുഷ്യനായ യേശുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്. യേശുവ ധരിച്ചിരിക്കുന്നത് യാഹ്വയുടെ നാമമാണെന്നും ആ നാമത്താൽ തന്നെയാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് രക്ഷയുടെയും നിത്യജീവൻ്റെയും രഹസ്യം. യാഹ്വേ രക്ഷിക്കുന്നു എന്ന നാമത്തിൽ യേശുവ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതോടെ യാഹ്വയുടെ യഥാർത്ഥ നാമം ദൈവജനത്തോട് പ്രഖ്യാപിക്കപ്പെട്ടു. ആ നാമത്തിലാണ് രക്ഷയും സംരക്ഷണവും നിത്യജീവനും അടങ്ങിയിട്ടുള്ളത്. ആയതിനാൽ ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമമാണ് താൻ വഹിക്കുന്നതെന്നും താനും പിതാവും ഒന്നാണെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് യേശുവയാണ്. ഈ പ്രഖ്യാപനത്തെ പൂർണ്ണതയോടെ സ്വീകരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ക്രിസ്ത്യാനിയായി തുടരാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല, പിതാവും പുത്രനും 2 വ്യക്തികളാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർ ലജ്ജിതരാവുകയും ചെയ്യും. എന്തെന്നാൽ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവ. രക്ഷയെ സംബന്ധിച്ച് ബൈബിൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ശ്രദ്ധിച്ചാൽ ഇത് വ്യക്തമാകും. അപ്പസ്തോലനായ കേപ്പായുടെ പ്രഖ്യാപനം ശ്രദ്ധിക്കുക. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനം 4 അധ്യായം 12 വാക്യം. യേശുവയുടെ നാമത്തിലുള്ള രക്ഷയെക്കുറിച്ചാണ് അപ്പസ്തോലനായ കേപ്പ ഇവിടെ പ്രഖ്യാപിച്ചത്. ഇനി നമുക്ക് ഹോസിയ പ്രവാചകനിലൂടെ യാഹ്വേ എന്താണ് പ്രഖ്യാപിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നീ ഈജിപ്ത് ദേശത്ത് ആയിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ യാഹ്വേ ഞാനാണ്. എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 13 അധ്യായം 4 വാക്യം. പ്രവാചകനിലൂടെ യാഹ്വേ നടത്തിയ പ്രഖ്യാപനമാണ് നാം ഇവിടെ വായിച്ചത്. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് യാഹ്വേ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ
കേപ്പ ഇവിടെ പ്രഖ്യാപിക്കുന്നു യേശുവായുടെ നാമത്തിലല്ലാതെ മറ്റൊരു നാമത്തിലും രക്ഷയില്ല എന്ന്. ഇത് രണ്ടും ചേർത്ത് വെച്ച് പരിശോധിക്കുന്നവർക്ക് യാഹ്വേ തന്നെയാണ് യേശുവ എന്ന യാഥാർത്ഥ്യം പൂർണ്ണതയോടെ ഗ്രഹിക്കാൻ കഴിയും. യോയേൽ പ്രവാചകൻ്റെ പ്രവചനം ശ്രദ്ധിക്കുക. യാഹ്വേയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. യോയേൽ പ്രവചനം 2-ാം അധ്യായം 32-ാമത്തെ വാക്യം. യോയേൽ ഇപ്രകാരം പ്രവചിക്കുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ എന്താണ് പ്രഖ്യാപിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ യേശുവായുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. രക്ഷ പ്രാപിക്കാൻ മനുഷ്യരുടെ മുൻപിലുള്ള ഏക നാമമാണ് യേശുവ എന്ന നാമം. ഈ കാര്യമാണ് ബൈബിളിലുടനീളം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് കേപ്പ വിളിച്ചു പറഞ്ഞ ആ സത്യം തന്നെയാണ് പൗലോസ് അപ്പസ്തോലനും യോയേൽ പ്രവാചകനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ രക്ഷകന് വേണ്ടി ഓരോ ദൈവമക്കളും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നു. എന്തെന്നാൽ മറ്റാരിലും രക്ഷയില്ല എന്ന സത്യം ഗ്രഹിച്ചിട്ടുള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. യേശുവായുടെ പുനരാഗമനത്തെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ട സുപ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം വരാനിരിക്കുന്ന രക്ഷകൻ്റെ പേരെന്ത് എന്നതാണ്. കാരണം ആ നാമത്തിലാണ് രക്ഷ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, രക്ഷിക്കാനായി കടന്നു വരുന്നത് 3 ആളുകളിൽ ഒരുവനല്ല, മറിച്ച് ഏകസത്യ ദൈവം തന്നെയാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഈ സത്യം ഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെല്ലാം വഞ്ചിതരാകും. ഇത് പറയാൻ വ്യക്തമായ കാരണമുണ്ട്. എന്തെന്നാൽ ക്രൈസ്തവ സഭകളെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ത്രിത്വത്തെ സംബന്ധിക്കുന്ന അബദ്ധധാരണ. ദൈവത്തിൽ 3 ആളത്വം ആരോപിക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. യേശുവായെ സംബന്ധിക്കുന്ന യേശയ്യാഹിൻ്റെ പ്രവചനം എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ യാഹ്വയുടെ തീഷ്ണത ഇതു നിറവേറ്റും. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. വിസ്മയനീയനായ ഉപദേഷ്ടാവെന്നും ശക്തനായ ദൈവമെന്നും നിത്യനായ പിതാവെന്നും സമാധാനത്തിൻ്റെ രാജാവെന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരേ ഒരുവനെ തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് 3 ആളുകളല്ല, ഒരേ ഒരു ആൾ മാത്രമാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് സെഖര്യാഹ് പ്രവചിച്ചിരിക്കുന്നതും. സെഖര്യാഹിൻ്റെ പ്രവചനം ഇതാണ്: യാഹ്വേ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും. അന്ന് യാഹ്വേ ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അവിടത്തേക്ക് ഒരു നാമം മാത്രവും. സെഖര്യാഹിൻ്റെ പ്രവചനം 14-ാം അധ്യായം 9-ാം വാക്യം. വരാനിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൂതന്മാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യേശുവായുടെ സ്വർഗാരോഹണ സമയത്തായിരുന്നു അത്. ആ സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണെന്ന് നോക്കുക. ഇതു പറഞ്ഞു കഴിഞ്ഞപ്പോൾ
അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശുവ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. ശെക്കര്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് യാഹ്വേ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴാനായി കടന്നു വരുമെന്നും അവിടത്തേക്ക് ഒരു നാമം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുമാണ്. എന്നാൽ യേശുവ മടങ്ങി വരുമെന്നാണ് സ്വർഗത്തിലെ ദൂതന്മാർ പറയുന്നത്. ഇവിടെയാണ് യേശുവ എന്ന നാമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ക്രിസ്ത്യാനികൾ തോളിലേറ്റിയിരിക്കുന്ന ഒരു അബദ്ധ സിദ്ധാന്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിൻ്റെ അനിവാര്യതയുമുണ്ട്. അതെ, 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതലാണ് ക്രിസ്ത്യാനികൾ ദൈവത്തെ 3 ആളാക്കി മാറ്റിയത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന മുഖവുരയോടെ യെശയ്യാവ് പ്രവചിച്ചപ്പോൾ അവിടുത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശേഷണങ്ങളിൽ ശക്തനായ ദൈവമെന്നും നിത്യനായ പിതാവെന്നും സമാധാനത്തിൻ്റെ രാജാവെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രീക്ക് പൈശാചികതയുടെ നുകത്തിൻ കീഴിൽ ക്രിസ്തീയത കെട്ടപ്പെട്ടപ്പോൾ വന്നു ഭവിച്ച ദുരന്തമാണ് ത്രിത്വത്തിലെ 3 ആളത്വം. ഈ അബദ്ധ സിദ്ധാന്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ യേശുവയുടെ പുനരാഗമനത്തിൽ ഇവർ ലജ്ജിതരാകും. കാരണം അന്ന് അവൻ ഒരുവൻ മാത്രമായിരിക്കും, അവിടത്തേക്ക് ഒരു നാമം മാത്രവും. ഇന്ന് വ്യർത്ഥ നാമങ്ങൾ വിളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, അവിടുത്തെ നാമത്തെ മാറ്റിമറിക്കാൻ മനുഷ്യർക്ക് ആർക്കും അവകാശമില്ല. സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം എന്ന പ്രഖ്യാപനത്തോടെയാണ് സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വേ തൻ്റെ നാമം വെളിപ്പെടുത്തിയത്. ആ നാമം വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരേ ഒരുവൻ അവൻ യേശുവയാണ്. ആ നാമത്തിലല്ലാതെ മറ്റൊരു നാമത്തിലും രക്ഷയില്ല. രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നവർ രക്ഷകൻ്റെ നാമമാണ് വിളിക്കേണ്ടത്, രക്ഷകൻ്റെ നാമം മാത്രം. ഇനി നമുക്ക് 2:1 എന്ന അനുപാതത്തിലുള്ള രക്ഷയെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴാൻ യേശുവ ഇറങ്ങി വരുമ്പോൾ ഭൂമിയിൽ അന്ന് അവശേഷിക്കുന്നവരിൽ 2 ഭാഗം നശിപ്പിക്കപ്പെടുകയും 1 ഭാഗം ശേഷിക്കുകയും ചെയ്യുമെന്നാണ് ശെക്കര്യാവ് പ്രവചിച്ചിരിക്കുന്നത്. ആ പ്രവചനം ശ്രദ്ധിക്കുക. യാഹ്വേ അരുളി ചെയ്യുന്നു, ദേശവാസികൾ 2 ഭാഗം നശിപ്പിക്കപ്പെടും, 1 ഭാഗം ശേഷിക്കും. ഈ 1 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്ന പോലെ മാറ്റു പരിശോധിക്കും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, യാഹ്വേ എൻ്റെ ദൈവം എന്ന് അവരും പറയും. ശെക്കര്യാവിൻ്റെ പ്രവചന പുസ്തകം 13-ാം അധ്യായം 8, 9 വാക്യങ്ങൾ. 2 ഭാഗം നശിപ്പിക്കപ്പെടുകയും 1 ഭാഗം ശേഷിക്കുകയും ചെയ്യുമ്പോൾ ഈ അവശിഷ്ട ജനം അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കും. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആ നാമം അറിയുന്നവരായിരിക്കണം ആ ജനം. അന്യദേവന്മാരുടെ നാമങ്ങളും അവരുടെ നാമവിശേഷണങ്ങളുമെല്ലാം സത്യദൈവത്തിന് ചാർത്തിക്കൊടുത്തുകൊണ്ട് അവിടുത്തെ നാമം കളങ്കപ്പെടുത്തിയ അവസ്ഥ ഇന്ന് ഇവിടെയുണ്ട്.
ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറിയവരാണ് യേശുവായുടെ പുനരാഗമനത്തിൽ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആ ശ്രേഷ്ഠജനം. ദൈവത്തിൻ്റേതല്ലാത്ത പേരുകൾ ദൈവത്തിന് നൽകിക്കൊണ്ട് സ്വയം അരക്ഷിതാവസ്ഥയിലേക്ക് കടന്നുപോയ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് യേശുവായും പ്രവാചകന്മാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവാചകനായ സെഫാനിയ എന്താണ് പ്രവചിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. യാഹ്വയുടെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. സെഫാനിയ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം. അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അധരങ്ങൾ ഇന്ന് അശുദ്ധമായിരിക്കുന്നു എന്ന് തന്നെയാണ്. അശുദ്ധമാകുമ്പോൾ മാത്രമാണല്ലോ ശുദ്ധീകരണം ആവശ്യമായി വരുന്നത്. ദൈവത്തിൻ്റേതല്ലാത്തതും അന്യദേവന്മാരുടേതായിരിക്കുന്നതുമായ പേരുകളിലാണ് ക്രിസ്ത്യാനികൾ ഇന്ന് തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും എന്നതാണ് സെഫാനിയ പ്രവചനം. ഇനി യേശുവ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. മനുഷ്യനായ യേശുവ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യമാണിത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് അവിടുത്തെ നാമം യേശുവ വെളിപ്പെടുത്തിയെന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ അവസാന വാക്യം എന്താണെന്ന് ശ്രദ്ധിക്കുക. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 26-ാമത്തെ വാക്യം. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു എന്നു മാത്രമല്ല, ഇനിയും ഞാൻ അറിയിക്കുമെന്നുകൂടി ഇവിടെ യേശുവ വ്യക്തമാക്കുന്നു. ഒരിക്കൽ അറിയിച്ച കാര്യം തന്നെ പിന്നെയും അറിയിക്കണമെങ്കിൽ ആ അറിവിൽ നിന്ന് ആ ജനം വ്യതിചലിച്ചു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഏലിയാഹിൻ്റെ ചൈതന്യത്തോടെ ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന അനേകം ദൈവദാസന്മാരെ ദൈവം ഈ കാലഘട്ടത്തിലേക്കായി ഉയർത്തിയിട്ടുണ്ട്. മനോവ സ്വീകരിച്ചതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് ആ അഭിഷേകം സ്വീകരിച്ചവരാണ് ഇവരും. ക്രിസ്ത്യാനികളുടെ കളങ്കപ്പെട്ടുപോയ അധരങ്ങളെ ശുദ്ധീകരിക്കാൻ ഇവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനോവ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ക്രിസ്തുവിൻ്റെ വരവിനായി ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഒരു ജനത്തെ സജ്ജീകരിക്കുക എന്നതാണ്. ക്രിസ്തു വരുമ്പോൾ അവിടുത്തെ തിരിച്ചറിയാൻ കഴിയുന്ന വിധം അവരുടെ ബുദ്ധിയിലെ അന്ധകാരം നീക്കം ചെയ്യപ്പെടണം. അതുപോലെ തന്നെ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാൻ അവരുടെ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും വേണം. ഇനി നമുക്ക് 2:1 എന്ന അനുപാതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്തെന്നാൽ യേശുവ വരുമ്പോൾ വേർതിരിക്കപ്പെടുന്നത് 2:1 എന്ന അനുപാതത്തിലായിരിക്കും. അതായത് 3-2, 3-1 എന്നിങ്ങനെ. 3-2 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് എന്ന് നമുക്കറിയാം. അത് 66.6%. കൃത്യമായി പറഞ്ഞാൽ 66.666 എന്നിങ്ങനെ ആ ശതമാനം നീണ്ടുപോകും. അതുപോലെ തന്നെ 3-1 എന്ന് പറഞ്ഞാൽ 33.333% ഇത് പ്രത്യേകതയുള്ള സംഖ്യകളാണ്. 3-2 ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന 66.6 എന്ന സംഖ്യയിൽ ഒരു 666ൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 3-1 പ്രതിനിധീകരിക്കുന്ന
സംഖ്യ 33.3 ആണ്. ഈ സംഖ്യയ്ക്കും പ്രത്യേകതയുണ്ട്. എന്താണ് ഈ സംഖ്യകളുടെ പ്രത്യേകത? 2 പ്രതിനിധീകരിക്കുന്ന സംഖ്യ എതിർ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സംഖ്യയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. എതിർ ക്രിസ്തു എന്ന വിശേഷണത്തിൽ തന്നെ ക്രിസ്തുവിനെ എതിർക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതായത് ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരും ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരുമായ ഒരു സമൂഹമാണ് 2 ഭാഗത്തിൽ പെടുന്നത്. ഇവരാണ് നശിപ്പിക്കപ്പെടാനിരിക്കുന്ന ആ ജനം. ക്രിസ്തുവിനെ അംഗീകരിക്കാതിരിക്കുന്നതും ക്രിസ്തുവിനെ എതിർക്കുന്നതും ഫലത്തിൽ ഒന്നു തന്നെ. മാത്രവുമല്ല, ക്രിസ്തുവിൻ്റെ എതിർപക്ഷത്തായിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ എതിർ ക്രിസ്തുവിൻ്റെ പക്ഷത്താണ്. അങ്ങനെയുള്ള ആ വിഭാഗത്തെ 66.6% എന്ന് പറയുമ്പോൾ 666 എന്ന സംഖ്യ ആ വിഭാഗത്തിനു മേൽ മുദ്ര ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. ശേഷിക്കുന്നവരും ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരുമായ സമൂഹം 33.3% ആണെന്ന് പറയുമ്പോൾ അത് യേശുവ കുരിശിൽ മരിച്ചപ്പോൾ അവിടത്തേക്കുണ്ടായിരുന്ന പ്രായമാണ്. 33 വർഷവും 3 മാസവും പ്രായമുള്ളപ്പോഴാണ് യേശുവ തൻ്റെ ശരീരം പാപ പരിഹാര ബലിയായി അർപ്പിച്ചത്. ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരോട് കൂടെ ക്രിസ്തുവിൻ്റെ അടയാളം ഉണ്ടായിരിക്കും. അതുപോലെ ക്രിസ്തുവിനെ എതിർത്തവരോട് കൂടെ ഉണ്ടായിരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ അടയാളവുമായിരിക്കും. ഇതാണ് 2:1 എന്ന അനുപാതത്തിൻ്റെ പിന്നിലെ രഹസ്യം. ഈ അനുപാതത്തിൽ തിന്മയും നന്മയും തമ്മിലുള്ള അന്തരം ക്രമീകരിക്കപ്പെടണം. ആ ക്രമീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശുവ ഈ ഭൂമിയിലേക്ക് വന്നാൽ 2:1 എന്ന അനുപാതത്തിൽ യേശുവായെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരെയും യേശുവായെ എതിർക്കുന്നവരെയും വേർതിരിക്കുക സാധ്യമല്ല. കാരണം ഇന്ന് ഭൂവാസികളിൽ 1/3 ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. യേശുവായെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുകയും അവിടുത്തെ നാമം എന്താണ് എന്ന് വ്യക്തതയോടെ തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ 1000-ൽ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവരുടെ ഇടയിൽ പോലും ക്രിസ്തുവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ എണ്ണം വളരെ ചെറുതാണ്. ദൈവം ആരാണ് എന്ന സത്യം പോലും തിരിച്ചറിയാത്തവരുടെ ഒരു ആൾക്കൂട്ടമായി ക്രൈസ്തവ സഭകൾ രൂപാന്തരപ്പെട്ടു എന്നതും നാം തിരിച്ചറിയണം. അതിനാൽ തന്നെ ഇന്ന് യേശുവ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ നന്മയെയും തിന്മയും തമ്മിൽ 1:2 എന്ന അനുപാതത്തിൽ വേർതിരിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമീകരണത്തിന് ദൈവത്തിൻ്റെ മൗനാനുവാദമുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ലോകാരോഗ്യ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന രാസായുധ യുദ്ധം ഒരു ദൈവിക പദ്ധതിയാണ്. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും യേശുവായുടെ പുനരാഗമനം യാഥാർത്ഥ്യമാകുകയും വേണം. മാത്രവുമല്ല, അവിടുന്ന് മടങ്ങി വരുമ്പോൾ അവിടുത്തെ എതിർക്കുന്നവരും അവിടുത്തെ എതിരേൽക്കുന്നവരും തമ്മിലുള്ള അന്തരം 2:1 എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുകയും വേണം. വാക്സിനേഷൻ എന്ന രാസായുധ പ്രയോഗത്തിലൂടെ അത് സാധ്യമാകും. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച വ്യക്തികളെല്ലാം തന്നെ ഇന്ന് മിഥ്യാബോധത്തിൽ അകപ്പെട്ടു കഴിഞ്ഞു.
ശരി തെറ്റുകൾ വിവേചിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ മരണത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തക്കവണ്ണം മിഥ്യാബോധം അവരിൽ ഉണർത്തപ്പെട്ടു കഴിഞ്ഞു. ചുറ്റിലും നിരീക്ഷിച്ചാൽ ഈ യാഥാർത്ഥ്യം ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. 2 ഡോസ് വാക്സിൻ എടുത്ത വ്യക്തികളുടെ ഇന്നത്തെ അവസ്ഥ നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളുടേതിന് തുല്യമാണ്. ദൈവമക്കളെ സ്ഥൈര്യപ്പെടുത്തുന്നതാണ് ഈ കാഴ്ചകൾ. ഒരു കാര്യം കൂടി ദൈവമക്കൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ വരാനിരിക്കുന്നത് ക്ലേശപൂർണമായ ദിനങ്ങളാണ്. ഉഗ്രപീഡനത്തിൻ്റെ നാളുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. 2022 എന്ന വർഷം ഭൂവാസികളെ, വിശിഷ്യ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെരുക്കത്തിൻ്റെതായിരിക്കും എന്ന യാഥാർത്ഥ്യം നാം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യവും ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. എന്നു മുതൽക്കാണ് അവൻ്റെ ഭരണം ആരംഭിക്കുന്നതെന്ന് ഭൂമിയിൽ ആർക്കും മുൻകൂട്ടി അറിയാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ദിനം എന്നാണ് എന്ന് മനുഷ്യൻ കണക്ക് കൂട്ടാതിരിക്കേണ്ടതിനാണ് അത്. ബൈബിളിലെ ഒരു വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. തെസലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ അത് അവൻ്റെ ഭരണത്തിൻ്റെ ഏത് ഘട്ടത്തിലായിരിക്കും എന്നതിനെക്കുറിച്ച് മനുഷ്യർക്ക് മുൻകൂട്ടിയുള്ള അറിവ് ലഭിക്കുകയില്ല. ഒരു കാര്യം നാം തിരിച്ചറിയണം. ഇത് വിശ്വാസത്യാഗത്തിൻ്റെ കാലമാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാലം കൂടിയാണ്. യേശുവയുടെ രാജ്യത്ത് പ്രവേശിക്കണോ, ഈ ലോകത്ത് സ്വസ്ഥവും സുരക്ഷിതവുമായി ജീവിക്കണോ എന്നതാണ് നമുക്ക് മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് വിഷയം. ക്രിസ്തുവിൻ്റെ രാജ്യം തിരഞ്ഞെടുക്കുന്നവർക്ക് ഞെരുക്കങ്ങളുണ്ടാകും. എന്നാൽ ഈ ലോകത്തിലെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവർ അത് നേടും എന്ന് ആരും ധരിക്കേണ്ട. മറിച്ച് അവരെ കാത്തിരിക്കുന്നത് നിത്യനാശമായിരിക്കും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിച്ചു എന്നതിൻ്റെ മറ്റൊരടയാളം കൂടി തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അരാജകത്വത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും എന്നതാണ് ആ അടയാളം. ഏതാണ് ദൈവത്തിൻ്റെ ആലയം? നീ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് ആരെക്കുറിച്ചാണ് ബൈബിൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്ത വിശ്വാസികളാണ് ദൈവത്തിൻ്റെ ആലയം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കുമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആധിപത്യം ഉറപ്പിക്കും എന്ന് തന്നെയാണ് അർത്ഥം. ദൈവാലയത്തിൽ സ്ഥാനമുറപ്പിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്, അവൻ തന്നെ ദൈവമായി ഉയർത്തുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവ നമ്മെ പഠിപ്പിച്ച ആ പ്രാർത്ഥന പോലും തിരുത്താനുള്ള ധാർഷ്ട്യം ഒരുവനിൽ പ്രകടമായാൽ അവനാണ് അരാജകത്വത്തിൻ്റെ മനുഷ്യൻ എന്ന് തിരിച്ചറിയാൻ ക്രിസ്ത്യാനികൾക്ക് സാധിക്കണം. മറിച്ച് അവനു മുന്നിൽ വിനീത വിധേയരാകാനാണ് ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നതെങ്കിൽ
അത് സർവനാശത്തിൽ കലാശിക്കും. ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന മിഥ്യാബോധം ക്രൈസ്തവ സമൂഹങ്ങളെയും ഗ്രസിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ചു വരുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ അവരെ അനുധാവനം ചെയ്യാൻ ക്രൈസ്തവർ പോലും തയ്യാറാകുന്നത്. അതെ, ക്രൈസ്തവരെന്ന് പറയപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഇന്ന് മിഥ്യാബോധത്തിൻ്റെ തടവറയിലാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ രക്ഷകനായ യേശുവ മശിഹായുടെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. യേശുവായുടെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗങ്ങളാലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. ക്രൈസ്തവർക്കിടയിലേക്ക് അനേകം വഞ്ചകർ ഇറങ്ങിയിട്ടുണ്ട്. യേശുവായുടെ പുനരാഗമനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന വിഷയങ്ങൾ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിഷ്പ്രയോജനങ്ങളും ബാലിശങ്ങളുമായ അബദ്ധ പാരമ്പര്യങ്ങളിൽ കെട്ടിയിടാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ദൈവവചനത്തെയും ദൈവിക നിയമങ്ങളെയും അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ തന്നെ നിയമങ്ങൾ പഠിപ്പിക്കുവാനും തങ്ങളുടെ പാരമ്പര്യങ്ങളെ അനുധാവനം ചെയ്യാനും വിശ്വാസികളെ പരിശീലിപ്പിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഈ വഞ്ചകരെ ദൈവജനം തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും അന്ന് യേശുവായെ എങ്ങനെ എതിരേൽക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തതയോടെ പഠിപ്പിക്കാൻ മനോവയെപ്പോലെയുള്ള അനേകം ദൈവ ശുശ്രൂഷാ സംവിധാനങ്ങൾ ഇന്ന് ഭൂമുഖത്ത് ദൈവം ഒരുക്കുമ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെയാണ് എതിർ ക്രിസ്തുവിൻ്റെ ആളുകൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ആയതിനാൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ക്രിസ്തുവിൽ നിന്നോ ക്രിസ്തുവിൻ്റെ നിയമങ്ങളിൽ നിന്നോ വ്യതിചലിപ്പിക്കുന്ന ആശയങ്ങളുമായി ആര് തന്നെ കടന്നു വന്നാലും അവർക്കെതിരെ ജാഗ്രത പുലർത്താൻ ഓരോ വിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ച് അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തെ നിഷേധിക്കുന്നവരെ തിരിച്ചറിയുകയും അകറ്റി നിർത്തുകയും വേണം. യേശുവ ആരാണെന്നും അവിടുത്തെ യഥാർത്ഥ നാമം എന്താണെന്നും ദൈവജനത്തെ ബോധ്യപ്പെടുത്താൻ രാവും പകലും മനോവ അധ്വാനിക്കുമ്പോൾ അതിനെതിരെ 10 മടങ്ങ് ശക്തിയോടെയാണ് ശത്രുക്കൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ നന്മയല്ല. ക്രിസ്തുവിൽ നിന്ന് ആരെയെങ്കിലും അകറ്റുന്ന ഒരു സന്ദേശവും മനോവ ഇന്നുവരെ പ്രചരിപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയോ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെയോ ഇന്നോളം മനോവ എതിർത്തിട്ടോ നിഷേധിച്ചിട്ടോ ഇല്ല. ദൈവവചനം പ്രഖ്യാപിച്ചിട്ടുള്ള സത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനാൽ തന്നെ സാത്താൻ്റെ സർവ്വ സംവിധാനങ്ങളും മനോവയ്ക്കെതിരാണ്. ദൈവത്താൽ അയക്കപ്പെടുന്ന ഏലിയാഹിനെ പോലും വധിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് കാത്തിരിക്കുകയാണ് ലോകം. അതുകൊണ്ട് തന്നെ മനോവയ്ക്കെതിരെയുള്ള എതിർപ്പുകളെ ദൈവത്തിൽ നിന്നുള്ള അടയാളം എന്ന രീതിയിലാണ് മനോവ സ്വീകരിക്കുന്നത്. ഈ വിഷയം ഇവിടെ ഉപസംഹരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്തെന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്രമീകരണമാണ്. വാക്സിനേഷൻ എന്ന രാസായുധ യുദ്ധത്തിലൂടെ അനേകർ വധിക്കപ്പെടും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോഴേക്കും 2:1 എന്ന അനുപാതത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ പക്ഷവും ക്രിസ്തുവിൻ്റെ പക്ഷവും ക്രമീകരിക്കപ്പെടും. വാക്സിനേഷനെ അതിജീവിക്കുന്നവർക്ക് മനോവ പറഞ്ഞ ഈ സത്യത്തെ അനുഭവത്തിൻ്റെ തലത്തിൽ ഗ്രഹിക്കാനുള്ള അവസരം ഉണ്ട്. അവർ അത് ഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ ബൈബിളിലെ പ്രവചനത്തെ മറികടന്നു പോകാൻ ആർക്കും സാധിക്കുകയില്ല. യാഹുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം
വിജയപ്രദമായി ചെയ്യും. യേശയ്യാഹിൻ്റെ പ്രവചനം 55 അധ്യായം 11 വാക്യം. ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാകും. യേശുവ വന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുകയും ചെയ്യും. ഈ രാജ്യത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ വചനത്തിലേക്ക് തിരിയുക. അതിന് പാരമ്പര്യത്തിൻ്റെ പല കെട്ടുകളും പൊട്ടിച്ചെറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടുത്തെ രാജ്യത്ത് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. വേഗം വരാനിരിക്കുന്ന യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാല സന്ദേശങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഓരോ സന്ദേശങ്ങളും അപ്പോൾ ലഭിക്കേണ്ടതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ ഈ സന്ദേശം അറിയിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. വിസ്മയനീയനായ ഉപദേഷ്ടാവും ശക്തനായ ദൈവവും നിത്യനായ പിതാവും സമാധാനത്തിൻ്റെ രാജാവുമായ യേശുവ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.